കേരളത്തിൽ എന്തും നടക്കും. അതായത് ചില ആളുകളെ തൃപ്തിപ്പെടുത്തിയാൽ മതി, അല്ലെങ്കിൽ ചില ആളുകളെ ഭയപ്പെടുത്തിയാൽ മതി. കേരളത്തിൽ നമുക്ക് എന്തും നടക്കും എന്നുള്ളത് തെളിയിക്കുകയാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ഒരു രാജ്യമാണ്, മലപ്പുറം ഒരു വലിയ പ്രദേശമാണ്, അവിടെ ജനസംഖ്യ ഭയങ്കര കൂടുതലാണ്, അവിടെ മുസ്ലിങ്ങൾ അവരവിടെ എന്ത് ചെയ്യണം, ആ രാജ്യം ഭരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പ്രസ്താവനകളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞത് ശക്തമായിട്ടുള്ളൊരു പ്രസ്താവനയാണത്, തീവ്രവാദ പ്രസ്താവനയാണ്, മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പിണറായി വിജയൻ അതിനെ ലൈറ്റാക്കിയിട്ട് അത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പെശകാണെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 30ാമത്തെ വർഷം വെള്ളാപ്പള്ളി നടേശൻ SNDPൻ്റെ പൊസിഷനിൽ വന്നിട്ട് 30ാമത്തെ വർഷത്തിലായിരുന്നു. അപ്പോൾ പ്രോഗ്രാം നടക്കുമ്പോൾ അന്ന് പൊന്നാട അണിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്, ഇന്നലത്തെ ഒരു ഡേറ്റിൽ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും അത് ആവർത്തിച്ച്. കാരണം മുസ്ലിങ്ങളൊക്കെ പെറ്റുകൂട്ടുന്നതാണ്. അപ്പോൾ ഈ അവരെ ആളുകളോട് ഇതുപോലെ നല്ല പ്രൊഡക്ഷൻ വേണമെന്നും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് പരിപൂർണമായിട്ടും സ്ത്രീവിരുദ്ധത, അതേപോലെ മുസ്ലിം സമൂഹത്തിനോടുള്ള അവഗണനയെന്നോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ മുസ്ലിങ്ങളെ പറയുക, ഇതൊക്കെയാണ് ഇതിലിപ്പോൾ നടന്നിട്ടുള്ളത്. പക്ഷേ എന്താ സംഭവം എന്ന് പറയും, ഞാൻ ഈ വിഷയം പറയാൻ കാരണം SNDPൻ്റെ വെള്ളാപ്പള്ളി ഇപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. കാരണം അയാളെ വലിയ കാര്യമായിട്ടുള്ള ഒരു വിലയൊന്നും കൊടുക്കാറില്ല. ഈ നമ്മുടെ PC ജോർജിനെ പോലെ തന്നെ അയാളെ തട്ടിക്കളഞ്ഞിട്ടില്ല. ഞാൻ ചിന്തിക്കുന്നത് ഇതൊരു മുസ്ലിം നാമധാരിയായിട്ടുള്ള MM അക്ബറോ മുജാഹിദ് ബാലുശ്ശേരിയോ അല്ലെങ്കിൽ അങ്ങനെ വേറെ മുസ്ലിം നാമധാരിയായിട്ടുള്ള ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അവരുടെ പേരിൽ ഇന്ന് അവർ ജയിലിലാണ്, പോലീസ് വീട് വളഞ്ഞു കൊണ്ടിട്ടുണ്ടാവും അല്ലേ, അവർക്ക് പേരിൽ സ്പോട്ടി കേസ് എടുക്കും. മുഖ്യമന്ത്രി പറയണമെന്നൊന്നുമില്ല, പോലീസ് സ്വമേധയാ കേസെടുക്കും. അങ്ങനെ പല രീതിയിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ട് അവർക്ക് കേസുമില്ല, കൂട്ടയില്ല. അപ്പോൾ ആക്കിൻ്റെ പിഴവാണ്. എന്തിനെതിരെ? സർക്കാരിനെതിരെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാർ, മുസ്ലിം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ, മുസ്ലിമിൻ്റെ അനുവാദത്തോടു തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന AP അബൂബക്കർ മുസ്ലിയാരുടെ AP സുനിനാണ് പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ അവർക്കെതിരെ, അതായത് ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ഭരണകൂടത്തിനെതിരെ ശക്തമായിട്ട് ഈ രീതിയിൽ സംസാരിച്ചിട്ടും ഇവർ മറുപടി ഒന്നും പറഞ്ഞിട്ടുമില്ല, ഇവരിതിനെ റിപ്ലൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒന്ന് തള്ളി പറയാൻ പോലും കഴിഞ്ഞിട്ടില്ല. കേസെടുക്കുന്നത് പിന്നത്തെ കാര്യം. കോൺഗ്രസും അപ്പോൾ ഇത് സത്യത്തിൽ നമ്മുടെ മാപ്പിള സഖാക്കളുണ്ട്, നമ്മുടെ മാപ്പിള സഖാക്കൾ ഒരുപാട് ന്യായീകരിക്കുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ നാട്ടിലുണ്ട് കുറേ ആളുകൾ ഒരുപാട് പോസ്റ്റുകളൊക്കെ ഇട്ടിട്ട്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ അവരോട് അന്നും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇന്നും പറഞ്ഞിട്ടുള്ളതാണ്. സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ് ഓരോ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ജനാധിപത്യം, എന്താ പറയുക, ജാതിയില്ല, മതമില്ല, എന്താണ് വർഗീയതയില്ല, എന്താണ് സോഷ്യലിസം, അങ്ങനെ കുറേ ഉണ്ടല്ലോ. എനിക്കറിയില്ല, അതിൻ്റെ ടൈംസ് ഒന്നും അത്ര കൃത്യമായിട്ട് അറിയില്ലെങ്കിലും പാർട്ടിക്കാർക്കല്ല അതൊക്കെ അറിയുള്ളൂ. എല്ലാ പാർട്ടിയും, കോൺഗ്രസ് ഉൾപ്പെടുന്ന പാർട്ടിയാണ് ഈ പറയുന്നത്. സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ അടുത്തൊരു പൊളിറ്റിക്സാണ്. ഇവിടെ ജാതി മതം ഇല്ല എന്നുള്ള സത്യമാണ്. പക്ഷേ എല്ലാ ജാതിയും മതം എടുത്ത് കാട്ടി ഇവർ കളിക്കും. കൂടുതൽ കേരളത്തിൽ ഭൂരിപക്ഷം ഹിന്ദു മതവിഭാഗമാണ്, അതേപോലെ തന്നെ താഴ്ന്ന വർഗ്ഗമാണ് എന്നുള്ളത് കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താനും അവരെ സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ കൂട്ടത്തിൽ ചേർക്കാനും താഴ്ന്ന വർഗ്ഗക്കാരുടെ വോട്ട് കരസ്ഥമാക്കാനൊക്കെ ആയിട്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസും ശ്രമിക്കും, CPM ശ്രമിക്കും. ഈ മുസ്ലിം മതവിഭാഗത്തിനെതിരെ വരുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ തള്ളിപ്പറയാത്തതും ഈ പറഞ്ഞ ആളുകൾക്കെതിരെ കേസെടുക്കാത്തതും ഒക്കെ ഈ വിഭാഗം എപ്പോഴും, അതായത് CPM-നൊപ്പമുള്ള ആളുകൾ എപ്പോഴും അവരുടെ കൂടെ കാണും. അടിയുറച്ച പാർട്ടിക്കാരെന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ആളുകളാണ്, അവരെപ്പോഴും കൂടെ കാണും. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരൊപ്പം കാണും, ഇവരൊന്നും പോകില്ല, അവർക്ക് അറിയാൻ പറ്റും നമ്മളെ പാർട്ടി ഗെയിമാണ്. അപ്പോൾ ഇതൊന്നും അത് ശരിക്കും ജനാധിപത്യം എന്താണ്, തുല്യമായിട്ട് എല്ലാവരും കാണാം, അതിൽ പൊളിറ്റിക്സിന് എന്ത് ചെയ്യരുത്, നമ്മൾ ആഡ് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കേസെടുക്കുന്നത് ഏതൊക്കെ പ്രസ്താവനകൾ മറ്റൊരു വിഭാഗത്തിൽ നിന്ന് വരുന്നു അവിടെയും കേസെടുക്കണം, അതല്ലേ തുല്യത. അപ്പോൾ അത് ഇവിടെ നമ്മൾ പലപ്പോഴും കാണാറില്ല എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 9-10 വർഷമായിട്ട് CPM ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ പെട്ടെന്നൊന്നും ഒരു ആക്ഷൻ നമ്മൾ കാണാറില്ല. അവരതിനെ മയപ്പെടുത്തി ഒതുക്കി. അതിപ്പോൾ PC ജോർജിൻ്റെ വിഷയത്തിലും പാർട്ടിക്കാർ എല്ലാവരും അല്ലേ PC ജോർജിൻ്റെ വിഷയത്തിൽ കണ്ടതാണ്. PC ജോർജിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായതുവരെ CPM-ൻ്റെ വക്കീലാണെന്നാണ് പറയണത്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യവും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ മാപ്പിള സഖാക്കൾ ഇത് മനസ്സിലാക്കാന്നുള്ളത് പൊളിറ്റിക്സാണ്. ഇവിടെ CPM എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ട് ഒരുപോലെ തൃപ്തിപ്പെട്ട് എല്ലാവരും അംഗീകരിച്ച് അങ്ങനെയൊന്നുമില്ല. അവർ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ കളിയും കളിക്കും അല്ലേ, സ്റ്റിക്കർ ഒട്ടിക്കും, അല്ലെങ്കിൽ എന്താ പറയുക. ഇനി വരാൻ പോകുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, അതായത് പാർട്ടിക്കാരറിയാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ 9 വർഷത്തിലധികമായി CPM ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരളം.
ഇതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. അതായത് CPM-ൻ്റെ ഒരുപാട് സഖാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അഭിമന്യു ഉൾപ്പെടെ ആ പേരൊന്നും അറിയില്ലെങ്കിലും കുറേ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. CPM അക്രമ രാഷ്ട്രീയം നിർത്തി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിനെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഭരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിലാണ്. CPM ഭരണം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിതിനെല്ലാം പക കിട്ടും. കൊന്നു തള്ളിയതിനൊക്കെ അവർ പകരം ചോദിക്കും. അങ്ങനെ ചോദിക്കാതെ CPM കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. അതെല്ലാ കാലത്തും ഉണ്ടാവും. അത് ഇനി വരാൻ വേണ്ടി പോണതാണ്. ഞാൻ ചിന്തിക്കുന്നതാണ് എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ളതൊക്കെ നോക്കി കണ്ടറിയണം. കാരണം സ്വരാജൊക്കെ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട് പാർട്ടിയിലെ നേതൃത്വത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗമാണ് സ്വരാജ്. അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ ഇനി CPM-ൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ പൊതുവെ CPM-ൻ്റെ ഒരു സ്വഭാവം വെച്ചിങ്ങോട്ട് കിട്ടിയതൊക്കെ തിരിച്ചു കൊടുത്തിട്ട് CPM എന്ത് ചെയ്യുള്ളൂ, അവർക്ക് സമാധാനവും ശാന്തിയും കിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ CPM ആയി കോൺഗ്രസ്സായി ഇത് പൊളിറ്റിക്സാണ്. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കൃത്യമായിട്ടുള്ള നീതി അല്ലെങ്കിൽ കാര്യങ്ങളെ ഭംഗിയായിട്ട് കൊണ്ടുപോവുക, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്നുള്ള സംഭവമൊന്നുമില്ല. സാഹചര്യം നോക്കിയിട്ട് അവരെ കൂടെ നിൽക്കും, ഇവരെ കൂടെ നിൽക്കും, ഇവരെ തള്ളിപ്പറയും, തെറ്റിൻ്റെ കൂടെ നിൽക്കും, ശരീനെ തള്ളിപ്പറയും അല്ലേ. ആക്രമിക്കപ്പെട്ടവൻ്റെ കൂടെ നിൽക്കാതെ തന്നെ ആക്രമിച്ചവൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ അതാണ് പൊളിറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഓരോ അവസ്ഥക്കനുസരിച്ചിട്ട് കളിക്കുക, അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കുക. അല്ലാതെ മതമില്ല ജാതി ഇല്ല എന്നൊന്നും പറയരുത്. ജാതിയും മതവും ഉണ്ട്, പക്ഷെ അത് പ്രയോഗിക്കുന്നത് വേറെ രീതിയിലാണെന്ന് മാത്രം. കൂടുതൽ ആളുകളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് കൂടുതൽ വോട്ട് കിട്ടാനുള്ള ഒരു ഗെയിമാണ്. ഒരുപാട് പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ. പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ പറഞ്ഞതായിട്ടൊന്നും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ടുള്ള ഈ എല്ലാ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള മെസ്സേജും വീഡിയോസും പ്രസ്താവനകളൊക്കെ വരുന്നതിൻ്റെ പേരിൽ സർക്കാരിനെതിരെ കൂടിയാണല്ലോ. ഒരു പക്ഷേ കേസ് എടുക്കാൻ പോണില്ല, അങ്ങനെ എടുക്കില്ല. അതൊക്കെ MM അക്ബറൊക്കെ ആയാലേ കേസ് എടുക്കുള്ളൂ. കേസ് എടുക്കാൻ പോണില്ല. അദ്ദേഹത്തിന് വീണ്ടും തെറ്റുപറ്റി, അദ്ദേഹത്തിൻ്റെ മാനസിക നിലയിൽ ചെറിയ തകരാറുണ്ട്, അദ്ദേഹം തിരുത്തും. അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. എന്താ ചെയ്യാൻ നമ്മൾ കേരളത്തിൽ, അല്ലെങ്കിൽ വേണ്ട ഇന്ത്യൻ്റെ പൊളിറ്റിക്സാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ന് മാറുമെന്ന് എനിക്കറിയില്ല. പുതിയ തലമുറ വരുമ്പോൾ പുതിയ ആളുകളൊക്കെ ഈ പാർട്ടിയിൽ വന്ന് ബുദ്ധിയും ബോധത്തോടുക്കുന്ന ടെക്നോളജീൻ്റെ കാലഘട്ടമല്ലേ, അവരവരേതായിട്ടുള്ള രീതിയിൽ ഭംഗിയായിട്ട് രാജ്യത്തെ കൈകാര്യം ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയാൻ പറ്റില്ല, പൊളിട്രിക്സാണ് ഇപ്പോൾ നടക്കുന്നത്. പൊളിട്രിക്സ് പക്ഷേ ഇതിന് കൂടെ ഒരു കാര്യം കൂടി ചെയ്ത് പറയാനുണ്ട്. CPM-ന് അടുത്ത വർഷമല്ലേ വരുന്നത് അല്ലേ, ഇത് 2025 26 വരുന്ന ഇലക്ഷനിൽ CPM-ന് ഭരണം തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭരണത്തിനെതിരെ നല്ല ഓപ്പോസിറ്റ് കുറേ ആളുകളുണ്ട്, കുറേ സാധാരണക്കാരുണ്ട്. അതാണ് ഇത്ര ശക്തനായിട്ടുള്ള സ്വരാജിൻ്റെ തോൽവി പോലും നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കാം എന്തായി തീരുമാനം. CPM എന്തെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ മാപ്പിള സഖാക്കളുണ്ട് കുറേ ആളുകൾ, അവരാണ് എനിക്ക് ഭയങ്കര ചില കാര്യങ്ങളിലൊക്കെ അവരെ സോഷ്യൽ മീഡിയ കാണാം, പക്ഷേ നമ്മളതിനെ മെയിൻ ചെയ്യാറില്ല. അവർ മനസ്സിലാക്കണില്ലല്ലോ ഇതാണ് പൊളിറ്റിക്സ് എന്ന്. അവർ മനസ്സിലാക്കുന്ന പൊളിറ്റിക്സ് വേറെയാണ്. കാലും വെട്ടും, കയ്യും വെട്ടും, തലയും വെട്ടും. പക്ഷേ ടൈമും അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുമെന്ന് മാത്രം ഏത് പാർട്ടിയാണെങ്കിലും.